വടക്കൻ്റെ ആ തെയ്യങ്ങളെയും തെയ്യക്കാവുകളും തേടിയുള്ള യാത്രകൾ അവസാനിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജു. ഈ ഒരു 2 കൊല്ലത്തിനിടയ്ക്ക് അനവധി തെയ്യക്കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഏറെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു കാവിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഈ ഒരു കാത്തിരിപ്പിൻ്റെ കാരണം ആ കാവും ദേവതയും കൂടാതെ ആ ദേവതയുടെ കോലക്കാരനുമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ചന്തേരമുച്ചിലോട്ടെ പെരുങ്കളിയാട്ടത്തിലേക്കാണ്. പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അരങ്ങിലെത്തുന്ന അവിടുത്തെ പ്രധാന ദേവതയായ സാക്ഷാൽ ഭുവനി മാതാവ് മുച്ചിലോട്ടമ്മയുടെ പുറപ്പാടാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. മുച്ചിലോട്ട് ഭഗവതി എന്ന സവിശേഷത കൂടാതെ നമ്മുടെ തെയ്യത്തെ അറിയുന്ന അല്ലെങ്കിൽ തെയ്യത്തെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ബാബു കർണമൂർത്തി എന്ന ഒരു കോലക്കാരനെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമുണ്ടെന്ന് ഒരിക്കലും തോന്നില്ല. കാരണം തെയ്യത്തെ അറിയുന്ന ഏതൊരാൾക്കും തന്നെ ഈ ഒരു കോലധാരിയെ ഏറെ അറിയുമായിരിക്കും. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ചന്തേരമുച്ചിലോട്ടെ ഭുവനി മാതാവ് മുച്ചിലോട്ടമ്മയുടെ തിരുമുടി അണിയാനുള്ള ഭാഗ്യം ലഭിച്ചത് തെക്കുംകര ബാബു കർണമൂർത്തിക്കാണ്. അവരെ പകട് നാളെ കണ്ണങ്ങാട്ട് പോയി വരുമ്പോഴത്തേക്ക് കാരണം ആൾക്കാരെ തോതിട്ട് മാറ്റാനൊക്കെ ഉണ്ട്. ഇത് പിന്നെ നിങ്ങൾ ആരെ നിൽക്ക് അപ്പോൾ ചന്തമുള്ള ഊരിലെ ചെന്താമരിയായ സാക്ഷാൽ ലോകമാതാവ് മുച്ചിലോട്ടമ്മയുടെ പുറപ്പാട് നമുക്കൊന്ന് കണ്ടു നോക്കാം. മുച്ചിലോട്ടമ്മ ആരാണെന്നും എന്താണെന്നും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ വീണ്ടും അത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് ഒരിക്കലും തോന്നില്ല. സാക്ഷാൽ മഹാദേവൻ്റെ പൊന്മകളായ ദേവി തന്നെയാണ് മുച്ചിലോട്ട് ഭഗവതി എന്ന് പറഞ്ഞു വരുന്നു. ആറ്റത്തിലും തോട്ടത്തിലും എല്ലാം മഹാദേവൻ്റെ ഈ പൊന്മകളുടെ ദേവീ സങ്കല്പം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. എന്നാലും മുച്ചിലോട്ട് ഭഗവതി എന്ന തെയ്യം എടുത്തു നോക്കിയാൽ തെയ്യത്തിൻ്റെതായിട്ട് മുഴങ്ങി കേൾക്കുന്ന പരമപ്രാധാന്യമായിട്ടുള്ള വേറൊരു കഥ കൂടി കേൾക്കും. രേരമംഗലം മനയിലെ ബ്രാഹ്മണകന്യ ചെറുപ്രായത്തിൽ തന്നെ അനേകം വിദ്യകൾ സ്വായത്തമാക്കുകയും ആൺമേൽക്കൊയ്മയുടെ ചതിയിൽ പെട്ട് നെഞ്ച് പൊട്ടി ആത്മാഹുതി ചെയ്യുകയും ചെയ്ത കഥ മുച്ചിലോട്ട് ഭഗവതി എന്ന തെയ്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആത്മാഹുതി ചെയ്യുന്ന സമയത്ത് ആ മേലേരിയിലേക്ക് കുറച്ച് എണ്ണയൊഴിക്കാൻ വേണ്ടി ദേവകന്യാവ് മുച്ചിലോടൻ പടനായരോട് പറഞ്ഞു. പടനായർ ആ എണ്ണ മുഴുവൻ മേലേരിയിലേക്ക് ഒഴിക്കുകയും ഒഴിഞ്ഞ കുടവുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്തു. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു. കാലിപ്പാത്രത്തിൽ മുഴുവൻ എണ്ണ തുളുമ്പി നിൽക്കുന്ന കാഴ്ച കണ്ട് പടനായരും ഭാര്യയും ഏറെ അമ്പരപ്പെട്ടു. അങ്ങനെ ആത്മാഹുതി ചെയ്ത ദേവകന്യാവ് തൻ്റെ കൂടെ ദൈവമായിട്ട് വന്നുവെന്ന് അറിഞ്ഞ പടനായർ ആ ദേവതയ്ക്ക് മുച്ചിലോട്ട് ഭഗവതി എന്ന പേര് നൽകി തൻ്റെ പടിഞ്ഞാറ്റയിലും ക്ഷേത്രത്തിലും കുടിയിരുത്തി ആരാധിച്ചു. സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമാണ് നമ്മുടെ മുച്ചിലോട്ടമ്മ. കാരണം അത്രമേലേറെ സൗന്ദര്യമാണ് ഈ ഒരു തെയ്യത്തിനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറെ പറയുന്നില്ല, നമുക്ക് കണ്ടു തന്നെ അറിയാം ചന്ദേരയിലെ ചെന്താമരയായ സാക്ഷാൽ ഭുവനി മാതാവ് മുച്ചിലോട്ടമ്മയുടെ വിശേഷങ്ങൾ. ഒരുപാട് ദൈവദർശനം സാധ്യത എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പുറത്തേക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള മൊബൈൽ ദൃശ്യങ്ങൾ ആ സാഹസിക ലോകമെമ്പാടുമുള്ള മലയാളികൾ കളിയാട്ടത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ പകർത്താനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിഭാഗം സൃഷ്ടിക്കുന്ന
ഇതിൽ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആയിട്ടാവുന്ന അതല്ലേ ഞാൻ തൊട്ട് ബാക്കിലാണ്. അതല്ലേ